ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്യാരറ്റും തേങ്ങായും ഒക്കെ കൊണ്ടുള്ളൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ക്യാരറ്റും തേങ്ങായും കൊണ്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഈ തേങ്ങ നമുക്ക് ഇത് ചിരണ്ടി 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുക്കണം. 2 ക്യാരറ്റ്, മീഡിയം സൈസ് 2 ക്യാരറ്റ് എടുക്കണം. അതിൻ്റെ കൂടെ വേറെ മുട്ട വേണം. അങ്ങനെ ഇതുകൊണ്ട് നല്ലൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റും കൊണ്ടുള്ള പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി 2 സൈസ് മീഡിയം ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുക്കണം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാം. തൊലിയെല്ലാം നല്ലോണം ക്ലീൻ ചെയ്തിട്ട് എടുത്ത് കുക്കറിൽ ഇട്ട് വേവിച്ചാണ് ഇത് എടുക്കേണ്ടത്. ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വട്ടത്തിലോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ എങ്ങനെ അരിഞ്ഞെടുത്തിട്ട് കുക്കറിലോട്ടിട്ട് വേവിച്ചെടുക്കേണ്ടതാണ്. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും അരിഞ്ഞെടുത്ത് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് വട്ടത്തിൽ. നമുക്കിത് കുക്കറിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. 2 വിസിലൊക്കെ വരുമ്പോൾ ഇത് വെന്ത് കിട്ടും. നമുക്ക് വേവിച്ചുകൊണ്ട് വരാം. ഞാൻ തേങ്ങ ചിരണ്ടി 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത്രയും തേങ്ങ മതി, 2 ആയാലും മതി. ഞാൻ 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റിയെടുക്കാം. ക്യാരറ്റ് നല്ലോണം വെന്തിട്ടുണ്ട്. ഇതുണ്ട്, ആറിക്കഴിഞ്ഞിട്ട് നല്ലോണം ഇതുപോലെ ഉണ്ടോ. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മാറ്റാം. ഒരു ഉണങ്ങിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ഇടാം. ക്യാരറ്റും തേങ്ങയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ഏലക്ക, തോടോടുകൂടി തന്നെ. ഏലക്ക ഇല്ലെങ്കിൽ വാനില എസൻസ് ഒഴിച്ചാലും മതി. 3 ഏലക്ക നല്ലോണം നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. അരയ്ക്കുന്നതിന് മുമ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് വേണം അരയ്ക്കാൻ കേട്ടോ. അരക്കപ്പ് നിറച്ചെടുത്തിട്ടില്ല. ഇതിൽ ചെയ്തിട്ടിട്ട് നമുക്ക് മധുരം ആവശ്യമനുസരിച്ച് മധുരം വേണമെങ്കിൽ 1/2 കപ്പ് നിറച്ചെടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഇത് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 2 കോഴിമുട്ട, 2 മുട്ട ചേർക്കുന്നത്. ഇതിലേക്ക് 2 മുട്ട ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ്. ഇത് നല്ലോണം ഒന്നുകൂടെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം. ഒരു പാത്രത്തിൽ, ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രമാണെങ്കിലും മതി. ഞാനിപ്പം കേക്കിൻ്റെ പാത്രം എനിക്കുള്ളത് കൊണ്ട് ഞാനിത് എടുത്തതാണ്. ഇത് നല്ലോണം ഒന്ന് എണ്ണയെല്ലാം തൂത്ത് വെച്ചിട്ടുണ്ട്. മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. എല്ലാം അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം എടുത്തിട്ടുണ്ട് കണ്ടോ, എല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം ഒരു കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ, ഗ്യാസിൽ. അതിലേക്ക് നമുക്കിത് വെക്കാം. നല്ലോണം ചൂടായി കിടക്കുന്ന പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെക്കാം. ഇതുപോലെയാണ് പാത്രം വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഇറക്കി വെച്ച് 25 മിനിറ്റ് നേരം വെക്കാം. അതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, സാധാരണ കേക്ക് വേവിക്കുന്നത് പോലെ തന്നെ. മൂടി വെച്ച് 25 മിനിറ്റ് ലോയിലാണ് തീയിടേണ്ടത്. പലഹാരം വേവിച്ചെടുക്കും. 25 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് കുത്തി നോക്കാം. കണ്ടോ, നമുക്കിത് വാങ്ങി വെക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല മഞ്ഞ പോലത്തെ ഒരു ക്യാരറ്റും തേങ്ങയും കൊണ്ടുള്ളൊരു പലഹാരമാണ്. നമുക്കിനി ആറിക്കഴിഞ്ഞിട്ട് ഇതൊന്ന് മുറിച്ച് കാണിക്കാം നിങ്ങളെ. ഇത് ആറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇപ്പം തന്നെ ഇതുണ്ട്, ഈ സൈഡെല്ലാം നല്ലോണം വിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ, പാത്രത്തിൽ തന്നെ വെച്ച് ഞാൻ കട്ട് ചെയ്യുമായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഉണ്ടോ, ആ പാത്രത്തിൽ തന്നെ വെച്ച് ഞാൻ കട്ട് ചെയ്ത് ആ വീഡിയോ സ്കിപ്പായി പോയി. അപ്പം നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത് കണ്ടോ. ക്യാരറ്റും തേങ്ങയും നെയ്യും പഞ്ചസാരയും ഒക്കെ കൊണ്ടുള്ള ഇങ്ങനെയൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ക്യാരറ്റും കൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.